അസ്സലാമു അലൈക്കും. എടാ സുക്കൂറെ, ഞാൻ വാട്സപ്പിലൂടെയാണ് നിന്നോട് സംസാരിക്കുന്നത്. ഫോൺ ചെയ്യാൻ പോലും എന്റെ കയ്യിൽ പൈസയില്ല. എന്റെ ഈ കഥന നീ ലാഘവത്തോടെ കേൾക്കണം. സൗദി അറേബ്യയിലെ 24 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ കമ്പനി സമ്മാനിച്ച 4 ലക്ഷം രൂപയുമായാണ് ഞാൻ നാട്ടിലെത്തിയത്. ഇനിയുള്ള കാലം ഭാര്യയും മക്കളുമായി ജീവിക്കണമെന്ന് കരുതിയാണ് കുറൂജ് അടിച്ചു പോന്നത്. നാട്ടിലെത്തിയപ്പോഴാണ് റീഎൻട്രി വിസക്ക് പോരുന്നതും കുറൂജ് അടിച്ചു പോരുന്നതിന്റെയും വ്യത്യാസം മനസ്സിലായത്. നാട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെ സമ്മർദ്ദപ്രകാരം വീട്ടിലൊരു വർക്ക് ഏരിയയും അല്ലറ ചില്ലറ പണികളും എടുത്തു. വീട്ടിലേക്കുള്ള സാധനങ്ങളും എന്റെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയ്ക്കുള്ള മരുന്നുകളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന 3 കുട്ടികളുടെ ഫീസും ഇതെല്ലാമായി ഞാൻ 4 മാസം തള്ളി നീക്കിയപ്പോഴേക്കും എന്റെ കയ്യിലെ പൈസയെല്ലാം കഴിഞ്ഞു. പൈസ കഴിഞ്ഞതോടെ ഭാര്യയുടെയും മക്കളുടെയും സ്വഭാവം മാറി തുടങ്ങി. മക്കളുടെ ഫീസ് അടക്കാൻ കഴിയാതെ കുട്ടികളെ അടുത്തുള്ള ഗവൺമെന്റ് സ്കൂളിലേക്ക് വെട്ടിച്ചേർത്തു. 2 മാസത്തെ ലീവിന് വരുമ്പോൾ ഭാര്യ കാണിച്ചിരുന്ന സ്നേഹം കാപട്യമായിരുന്നു എന്ന് മനസ്സിലായി. അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയിരുന്ന ഷോപ്പിംഗും അന്യപുരുഷന്മാരുമായി കൊഞ്ചിക്കുഴയിലും ഞാൻ ഇവിടെ സ്ഥിരമായപ്പോൾ അവൾക്ക് ഒരു ബാധ്യതയായി മാറി. കുട്ടികൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ പൈസ ഇല്ലാതായപ്പോൾ അവരുടെ സ്വഭാവവും മാറി. ഇവിടെ ആയിരുന്നപ്പോൾ ഉപ്പ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിരുന്ന കുട്ടികൾ എന്റെ മുഖത്തേക്ക് പോലും നോക്കാതായി. എടാ സുക്കൂറെ, വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെച്ച് ഞാൻ ഇനി എന്ത് ചെയ്യാൻ? കൊളസ്ട്രോളും ഷുഗറും മറ്റനേക രോഗങ്ങളും എന്നെ ബാധിച്ചു കഴിഞ്ഞു. മരുന്നിന് മാസം 1500 രൂപ വേണം. നാട്ടിലേക്ക് വരൂ, കഞ്ഞി കുടിച്ചുകൊണ്ടെങ്കിലും ജീവിക്കാമെന്ന് പറഞ്ഞിരുന്ന അവളുടെ തനി സ്വഭാവം കുറച്ചുകാലം അവരുമായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു പാക്കറ്റ് റൊട്ടി 2 നേരം കഴിച്ച് ബാക്കിയെല്ലാം കുടുംബത്തിന് വേണ്ടി അയച്ചു കൊടുത്തിരുന്ന എത്രയോ പ്രവാസികൾ അവിടെയുണ്ട്. എല്ലാവർക്കും എന്റെ അവസ്ഥ തന്നെയായിരിക്കും. ആയതിനാൽ സുക്കൂറെ, എന്റെ ഈ കഥ കേട്ട് എനിക്ക് ഒരു ആരിസ് വിസ നീ അയച്ചു തരണം. കട്ടിയുള്ള ജോലികൾ ചെയ്യാൻ എനിക്കാവതില്ല. ഇൻഷുറൻസ് കാർഡിൽ കിട്ടുന്ന ഗുളികകളുമായി ഇനിയുള്ള ജീവിതം സൗദി അറേബ്യയിൽ തന്നെ തള്ളി നീക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം നിറഞ്ഞ സുക്കൂറിന് വളരെ ദുഃഖത്തോടെ നിന്റെ കൂട്ടുകാരൻ മുഹമ്മദ് ക. ഇത് എല്ലാ പ്രവാസികൾക്കും ഒരു പാഠമാകട്ടെ. അസ്സലാമു അലൈക്കും.